നബി ഒഴികെയുള്ള ബാക്കിയുള്ള 1,23,999 അമ്പിയാ മുർസലുകളെയും നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക്. അവരെല്ലാം അയച്ചിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ ഒരു ഗോത്രം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പട്ടണം, അതിനപ്പുറത്തേക്കില്ല. ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും നന്നാക്കാൻ അയച്ചത് ഒറ്റ വ്യക്തി. ആരെയാണത്? മുഹമ്മദ് റസൂലുള്ളാഹി. ഖുർആനാണ് ഇതൊക്കെ, ഖുർആനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإلى ثمود أخاهم صالحا وإلى ثمود أخاهم صالحا സമൂദ് ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ് ബഹുമാനപ്പെട്ട സാലിഹ് നബിയെ നാം നിയോഗിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ. സാലിഹ് നബി അലൈഹിസ്സലാം എന്ന പ്രവാചകനെ അല്ലാഹു നിയോഗിച്ചത് കേവലം സമൂദ് എന്ന ഗോത്രത്തിലേക്ക് മാത്രമാണ്. ആ ഗോത്രക്കാരെ മാത്രം നന്നാക്കിയാൽ മതി. അവരിലേക്ക് പോയി ദഅവത്ത് നടത്തിക്കോ, ദീനി പ്രബോധനം നടത്തിക്കോ. അല്ലാഹു അതിന് ഇപ്പുറത്തൊക്കെ ആൾക്കാരുണ്ടല്ലോ, അവരെന്നും നീ നന്നാക്കണ്ട. നിന്റെ ഉത്തരവാദിത്വം ഇവിടെ മാത്രം ആ ഗോത്രക്കാരെ മാത്രം നന്നാക്കുക. അങ്ങനെ ഒരു പ്രവാചകൻ അയച്ചു. ആ പ്രവാചകന്റെ പേരെന്താണ്? സാലിഹ്. നല്ല പേരല്ലേ ഇതൊക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തസമ്മൂ ബിഅസ്മാഇൽ അംബിയാ, നിങ്ങളുടെ മക്കൾക്ക് അമ്പിയാക്കളുടെ പേരുകൾ വെക്കണേ എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ട വ്യക്തികൾ അമ്പിയാക്കളല്ലയോ? 1,24,000 വരുന്ന അമ്പിയാക്കളല്ലയോ? അതിൽ 25 പേരുടെ പേരുകൾ വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ടില്ലയോ? ഹൂദ് എന്ന പ്രവാചകന്റെ പേരാണ്, ആദം എന്നുള്ളത് പ്രവാചകന്റെ പേരാണ്, ഈസാ എന്നുള്ളത് പ്രവാചകന്റെ പേരാണ്, മൂസ എന്നുള്ളത് പ്രവാചകന്റെ പേരാണ്, ഇബ്രാഹിം എന്നുള്ളത് പ്രവാചകന്റെ പേരാണ്, സാലിഹ് എന്നുള്ളത് പ്രവാചകന്റെ പേരാണ്, യൂസുഫ് എന്നുള്ളത് പ്രവാചകന്റെ പേരാണ്, സക്കരിയ എന്നുള്ളത് പ്രവാചകന്റെ പേരാണ്, യൂനുസ് എന്നുള്ളത് പ്രവാചകന്റെ പേരാണ്. തസമ്മൂ ബിഅസ്മാഇൽ അംബിയാ, അമ്പിയാക്കളുടെ പേര് കൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് പേര് വെക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നല്ല പേരുകളാണ്. സാലിഹ് അലൈഹിസ്സലാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മക്കൾക്ക് പേര് വെക്കുക. ഇത് ഏതെങ്കിലും ഇന്റർനെറ്റിൽ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഹൗല യൂസുഫാവുന എന്നുള്ള എന്തെങ്കിലും ഹലാക്കിന്റെ പേരെടുത്തിടുകയാണ്. നെറ്റിൽ പരതുകയാണ് ഇപ്പൊ എല്ലാവരും. ലോകത്ത് ആർക്കും ഇല്ലാത്ത പേരിടുക. പിന്നെ ശൈത്താനും നെട്ടോ, അവന് മാത്രമല്ല, വേറെ ആർക്കും ഇല്ല. അങ്ങനത്തെ പേജ് ഇങ്ങനെ തപ്പുക എല്ലാവരും. നേരം വെളുത്ത് രാവിലെ മുതൽ ഇന്റർനെറ്റിന്റെ മുന്നില. ലോകത്ത് ആർക്കും ഇല്ലാത്ത പേര് കിട്ടണം, അതിനുവേണ്ടി മനുഷ്യൻ നിൽക്കുക. അല്ലാഹു നമ്മളൊക്കാക്കട്ടെ. അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല. അതിന്റെ പുറകെ നിങ്ങൾ നിൽക്കണ്ട. നല്ല മാന്യമായ പേര്, ചിലപ്പോൾ അത് നിന്റെ വല്ലുപ്പാടെ പേരായിരിക്കാം, അതിനൊന്നും വിഷയമില്ല. എത്ര ആളുകൾ അങ്ങനെ ഇടുന്നുണ്ട്. നല്ല പേരുകൾ നമ്മൾ തിരഞ്ഞെടുക്കുക. ആ പേര് പറയുമ്പോൾ സാധാ വാക്കുണ്ട്, അത് എളാമാടെ മോനുണ്ട്, അത് എളാപ്പാടെ മോനുണ്ട്, അത് കൊച്ചുമ്മാടെ മോനുണ്ട്, ഇങ്ങനെ പറഞ്ഞ് ലോകത്തൊന്നും ഇല്ലാത്ത അവസാനം വാപ്പാടെ പേരിന്റെ തുടക്കവും ഉമ്മാടെ പേരിന്റെ തുടക്കവും വെച്ചിട്ട് ഒരു പേരങ്ങിടുക. എന്താ അർത്ഥം? അല്ലാഹു ആയാലും എങ്ങനെയെങ്കിലും ഇടുക, കർമ്മം തീർക്കുക എന്നുള്ളതിനപ്പുറം ചിന്തിക്കുന്നില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. തങ്ങൾ പഠിപ്പിച്ചതാണ് അമ്പിയാക്കളുടെ പേര് നിങ്ങളുടെ മക്കൾക്കിടണേ എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ഒരുപാട് പറയാനുണ്ട്. ആ വിഷയമൊക്കെ പിന്നീട് പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മക്കളുടെ പേര് വെക്കുന്നതിനെ കുറിച്ച് അതിന്റെ അഖീഖയുടെ അറിവ് സത്യം പറഞ്ഞ സമൂഹത്തിന് ഉത്ബുദ്ധത കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു വിഷയമാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ഒരു മനുഷ്യനും അറിയാൻ പറ്റില്ല. കുറെ കാട്ടിക്കൂട്ടലുകളായി മാറിയിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങളിൽ പെട്ടതാണ് അബ്ദുള്ള എന്ന പേരും അബ്ദുറഹ്മാൻ എന്ന പേരുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. അബ്ദുള്ള അള്ളാഹിന്റെ അടിമ, അബ്ദുറഹ്മാൻ റഹ്മാനായ അള്ളാഹുവിന്റെ അടിമ.
പേരതിട്ടിട്ട് പിന്നെ റഹ്മാനെ അള്ളാഹുവെ കൊച്ചല്ല ഇങ്ങ് വന്നു ആകരുത്. പിന്നെ അബ്ദു എന്നുള്ളത് ഒഴിവാക്കി അബ്ദുള്ള എന്നായിരുന്നു. വിളിച്ച് പിന്നെ എന്തായി കൊച്ചല്ല. പിന്നെ അള്ളാഹുവെ ഇങ്ങ് വാ, അങ്ങനെ ആകാൻ പാടില്ല. അബ്ദുല്ലാഹി വഅബ്ദുർ റഹ്മാൻ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സമാഹാരകർത്താവായ ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനായ പടച്ചറബിന്റെ നാമം വെച്ചുകൊണ്ട് അബ്ദ് എന്ന പദം ചേർത്തുകൊണ്ട് ദാസൻ എന്ന പേരതിലേക്ക് ചേർത്തുകൊണ്ടിടനെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമമാണിതെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഹമ്മദ് ഏറ്റവും ശ്രേഷ്ഠമായ നാമമാണ്. മുഹമ്മദ് എന്ന പേരിടുന്ന കുട്ടിയെ അടിക്കാൻ പാടില്ല എന്നാണ് മുഹമ്മദ് എന്ന പേരുള്ള കുട്ടിയെ. കാരണം നബി തങ്ങളോടുള്ള മഹബത്ത് വെച്ചിട്ട്, ആ സ്നേഹം വെച്ചിട്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കണം, അവനെ അടിക്കരുത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മുഹമ്മദ് എന്നുള്ള പേര് അത്രത്തോളം വലിയ മഹത്തമായ പേരാണ്. നമ്മളൊക്കെ പേര് ചേർക്കും, മുഹമ്മദ് സഫ്വാൻ, മുഹമ്മദ് ഹാരിസ് എന്നൊക്കെ പേരിട്ടിട്ട് പിന്നെ മുഹമ്മദ് വിളിക്കൂല, അല്ലെങ്കിൽ മുഹമ്മദ് ചേർക്കൂല. അത് പിന്നെ പറയുക ആരുടെ മുന്നിലാണ്? ഒന്നില്ലെങ്കിൽ ഉസ്താദുമാരുടെ മുന്നിൽ, അല്ലെ മഹല്ല ഖാദിമാരുടെ മുന്നിൽ. ആരെങ്കിലും വലിയ വലിയ പണ്ഡിതന്മാർ വരുമ്പോ അവരുടെ മുന്നിൽ മകൻ പറയാൻ സഫ്വാൻ, പേരെന്താടാ? ഹാരിസ്. അപ്പോൾ എടാ ശരിക്കുള്ള പേര് മുഹമ്മദ് സഫ്വാൻ. അപ്പോൾ വാപ്പാക്കൊന്ന് ഹാരളി ഭയങ്കര ദീം പറഞ്ഞു. അപ്പം മാത്രം, അല്ലാതെ ബാക്കിയുള്ളിടത്തൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് പറയണമെന്നില്ല. ഉസ്താദുമാരുടെ മുന്നിൽ ഒരു ജാടയ്ക്ക് അത്ര മാത്രം. അങ്ങനെ ആകാൻ പാടില്ല. അങ്ങനെ ഒരു പേരിന് ഷോയ്ക്ക് ചുമ ആയിഷ, ഷോയ്ക്ക് ചുമ ഫാത്തിമ, ലുലു ഫാത്തിമ, അതാണ് ഫാത്തിമ, ഇതാണ് ഫാത്തിമ, ചുമ ചേർത്ത് വെക്കുക. വിളിക്കുമ്പോ ഇതൊന്നുമില്ല, ഫാത്തിമ എന്നില്ല, കൂടെയുള്ള ലുലുമോളെ ഇത് വിളിച്ചോണ്ട് കിടക്കുക. ഈ ഒരു അവസ്ഥ ആകാൻ പാടില്ല. ആ പേരിൽ പരിപൂർണമായിട്ട് വിളിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ട്. തങ്ങൾ പറഞ്ഞില്ലയോ, ഇന്നകും സതുദഊന യൗമൽ ഖിയാമ ബിഅസ്മാഇകും വബിഅസ്മാഇ ആബാഇകും ഫഹസിനു അസ്മാഅകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇന്നകും സതുദഊന യൗമൽ ഖിയാമ, നാളെ ലോകാവസാനത്തിന്റെ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറയിലേക്ക് നിങ്ങളെ വിളിക്കുക. ബിഅസ്മാഇകും വബിഅസ്മാഇ ആബായികും, നിങ്ങളുടെ പേരും നിങ്ങളുടെ ഉപ്പാന്റെ പേരും ചേർത്തുകൊണ്ടാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇന്നാലിന്ന മനുഷ്യന്റെ മകനെ എന്ന് അല്ലാഹു നിങ്ങളെ പേരെടുത്തുകൊണ്ട് മലക്കുകൾ മുഖേന വിളിക്കുമത്രേ. അതുകൊണ്ട് ഫഹസിനു അസ്മാക്കും, നിങ്ങളുടെ പേരൊന്ന് നന്നാക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നല്ല നല്ല പേരിടണേ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നല്ല, മക്കളില്ലാതെ വിഷമിക്കുന്നവര് അവര് നിയ്യത്ത് വെക്കുക, അല്ലാഹു എനിക്കൊരു കുട്ടി ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന പേരിടാമെന്ന് നിയ്യത്ത് വെച്ചാല് അവർക്ക് സ്വാലിഹായ കുട്ടിയെ ലഭിക്കും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മക്കളില്ലാതെ വിഷമിക്കുക, 10 വർഷമായി, 5 വർഷമായി, 15 വർഷമായി ട്രീറ്റ്മെന്റ് ഒക്കെ നടന്ന് ആകെ മാനസിക വിഷമത്തില. അവര് നിയ്യത്ത് വെക്കണം. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ നിയ്യത്ത് വെച്ചു, എനിക്കൊരു സാലിഹായ മകൻ ഉണ്ടാകുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് കുട്ടിക്ക് എന്ത് പേര് വെക്കും? എന്ത് വെക്കും? മുഹമ്മദ് എന്ന പേര് വെക്കും. അറബികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാ മുഹമ്മദ്, മുഹമ്മദ് യാ അല്ലാഹ് തആല. അറബികൾ ഭയങ്കര ഇഷ്ടമാണ് മുഹമ്മദ് പേരുള്ളവരെ. നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു മുഷിപ്പ്, അല്ലേ? അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ ഈമാൻ അത്രയ്ക്കേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് നമ്മുടെ പേരിനോട് ചേർത്തിനാ നമ്മൾ താല്പര്യം വെക്കണം. നമ്മുടെ മക്കൾക്ക് ഇട്ടുകൊടുക്കാൻ താല്പര്യം വെക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ്, നാളെ മഹ്ശറിൽ ജനകോടികൾ നിൽക്കുന്ന വേളയിൽ അതാ വിളിക്കുകയാണ്.
ആരൊക്കെയാണ് മുഹമ്മദ് എന്ന പേരുള്ളവർ കടന്നു വരണേ, കടന്നു വരണേ. മുഹമ്മദ് എന്നുള്ള പേരുള്ളവർ കടന്നു വരുകയാണ്. അവരോട് പറയുകയാണ് ഉദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് കടക്കണേ, കടക്കണേ. മഹ്ശറയിലേക്ക് വന്ന് നിന്നതേയുള്ളൂ. മുഹമ്മദ് എന്ന പേര് മാത്രം ഇട്ടുകൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടിയ ആളുകളില്ലയോ? അതിനകമ്പടിയായി ശേഷമോ മുമ്പോ ഒരു പേരും അവരുടെ ജീവിതത്തിലില്ല. മുഹമ്മദ് എന്ന പേര് മാത്രമുള്ളതായ കുട്ടികളെ മഹ്ശറയിൽ വിളിക്കുകയാണ്, വിളിക്കുകയാണ്. ഓലോ അവരോട് പറയപ്പെടുമത്രേ ഉദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് കടക്കണേ, കടക്കണേ. സ്വർഗത്തിൽ കടത്തു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതെങ്ങനെയാ? മുഹമ്മദ് എന്നുള്ള പേര് മാത്രം ഇടണം, അപ്പോഴാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനിയും പറ്റുമല്ലോ, ഇനി ഇടാമല്ലോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മക്കളെ ഇനിയും പേരിടാമല്ലോ. നമ്മുടെ കൊച്ചുമക്കള്, മകന്റെ മകള് അല്ലെങ്കിൽ മകളുടെ മകളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു പേര് മാത്രം സജഷൻ ചെയ്യുക. എന്നിട്ട് അതിന്റെ കൂലി പറഞ്ഞു കൊടുക്കുക, കിട്ടുന്ന നേട്ടം പറഞ്ഞു കൊടുക്കുക. ചെറിയ കാര്യമല്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹിസ്സലാമിൽ നിന്നാണ്. സാലിഹ് എന്നുള്ളത് നല്ലൊരു പേരാണ്. പ്രവാചകന്മാരുടെ പേരുകൾ നമ്മുടെ മക്കളിലേക്ക് ഇടണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഇത് വന്ന പിന്നെ ഒരുപാട് ആയത്ത് അതിലോട്ട് പോകും. ഇപ്പൊ തന്നെ 2-3 ഓതി. അതുമായി ബന്ധം പിന്നെ വരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്നത്തെ ദിവസം അതിലേക്ക് പോകുന്നില്ല, അതൊക്കെ പിന്നീട് ഒരു ദിവസം നമുക്ക് സംവദിക്കാം. പഠിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. മക്കൾക്ക് എന്നാണ് അക്കീക്ക ഉറക്കേണ്ടത്, അക്കീക്ക ഇറക്കേണ്ടത്, അക്കീക്കയുടെ നിയ്യത്ത് എങ്ങനെയാണ്, 7-ന്റെ അന്നാണ് ഇറക്കേണ്ടതെങ്കിൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, അറവാണോ മുടികളയിലാണോ, എന്താ വേണ്ടുന്നത്, പേരിടലാണോ, എന്തൊക്കെയാ വേണ്ടത്, ഇതൊന്നും ആർക്കും അറിയൂല. അതാ ഞാൻ പറയാം, കുറെ കാട്ടിക്കൂട്ടലുകളാണ്. മസലകളൊന്നും നമ്മൾ ശരിക്കും പഠിക്കുന്നില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അള്ളാഹു സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചത് സമൂദ് എന്ന ഗോത്രത്തിലേക്ക് മാത്രമാണ്. അതാണ് നമ്മുടെ വിഷയം. അതാണ് ഖുർആൻ പറഞ്ഞത്. وإلى ثمود أخاهم صالحا, സമൂദ് എന്ന ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട സാലിഹ് നബിയെ നിയോഗിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ. സാലിഹ് നബിയോ വലിയ പ്രവാചകനാണ്. ഉറക്കെ പറയുന്നു സാലിഹ് നബി. നിങ്ങൾക്ക് ഇത് വേണം, നിർബന്ധമാണ്. അലൈഹിസ്സലാം പറയാതിരിക്കാൻ പറ്റൂല. നമ്മളല്ലേ തന്നെ മോമിനീങ്ങളാണ്. മോമിനീങ്ങളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരാണ്. നമ്മുടെ ഏറ്റവും വലിയ ബേസ് എന്ന് പറയുന്നത് തഅലീമു മാ അല്ലമഹുല്ലാഹ് വ തഹ്ഖീറു മാ ഹഖറഹുല്ലാഹ് എന്നുള്ളതാണ്. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നവർ, അല്ലാഹു നിന്ദിച്ചതിനെ പരിപൂർണമായി നിന്ദിക്കും. അതാണ് ഇസ്ലാമിന്റെ ബേസ്. സുന്നത്തി ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് അതാണ്. അല്ലാഹ് ബഹുമാനിച്ചവരൊക്കെ ബഹുമാനിക്കും. അതേത് വസ്തുവാണെങ്കിലും. ഹജറുൽ അസ്വദിനെ ബഹുമാനിക്കുന്നു, നമ്മൾ തൊട്ട് ചുംബിക്കുന്നു, ചുണ്ടുകൊണ്ട് ചുംബിക്കുന്നു. എന്തുകൊണ്ട്? കേവലം ഒരു കല്ലായിരുന്നെങ്കിൽ മുത്തുനബി അതിനെ ചുംബിക്കുമായിരുന്നില്ല. നബിതങ്ങൾ ചുംബിച്ചത് കണ്ടപ്പോൾ അതൊരു ബറക്കത്തുള്ള കല്ലാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് നമ്മളും അതിനെ ചുംബിക്കുന്നു. റളിയല്ലാഹു പറഞ്ഞതാണ്, എനിക്കറിയാം നീ ഒരു കല്ല് മാത്രമാണ്. ഒരു പ്രയോജനവും ചെയ്യാത്ത വസ്തുവാണ് നീ എന്ന് എനിക്കറിയാം. ഒരു ഉപദ്രവം ഉണ്ടാക്കൂല എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ നിന്നെ ചുംബിക്കാനുള്ള കാരണം ഞാൻ തീർച്ചയായും മുത്തുനബിയെ കണ്ടിട്ടുണ്ട്. റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ പരിശുദ്ധമാക്കപ്പെട്ട കല്ലിനെ ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ചുംബിക്കുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നിനക്കൊരു മഹത്വം മുത്തുനബി ചുംബിച്ചപ്പോൾ അവ ബഹുമാനമുള്ളതായി. തഅലീമു മാ അല്ലമഹുല്ലാഹ്, അല്ലാഹ് ബഹുമാനിച്ചതിനൊക്കെ നമ്മൾ ബഹുമാനിക്കും. പ്രവാചകന്മാരുടെ പേര് വെക്കുമ്പോൾ മിണ്ടാതിരിക്കണ്ട, ഉറക്കെ പറയണം അലൈഹിസ്സലാം.
സ്വഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കേണ്ട, ഉറക്കെ പറയണം റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ തന്നെ റളിയല്ലാഹു അൻഹു പറഞ്ഞതല്ലേ അവരെ കുറിച്ച്. സൂറത്തുൽ ബയ്യന അവസാന ഭാഗം റളിയല്ലാഹു അൻഹും വറളു അൻഹു. അള്ളാഹു അവരെ കൊണ്ട് സംതൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവിനെ കൊണ്ട് സംതൃപ്തിപ്പെട്ടു. ഖുർആനാണ്. അല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ പിന്നെ നീ എന്തിനാ മടിക്കുന്നത്? സ്വഹാബത്തിനെ പറ്റി അല്ലാഹ് എന്ത് പറഞ്ഞു? റളിയല്ലാഹു അൻഹു. പിന്നെ നീ എന്തിനാണ് മടിക്കുന്നത്? ബദരീങ്ങളുടെ പേര് കേൾക്കുമ്പോ, സ്വഹാബത്തിന്റെ പേര് കേൾക്കുമ്പോ എന്തിനാണ് നീ തർളിയത്ത് ചെല്ലാൻ മടിക്കുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്ത് ഓതിക്കൊണ്ട് പഠിപ്പിച്ചില്ലയോ? ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസുലിഹി. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസുലിഹി. ഒരു പ്രവാചകന്മാർക്കുമിടയിൽ വേർതിരിവ് പാടില്ല. ഒരു പ്രവാചകനുമിടയിൽ വേർതിരിവ് പാടില്ല. ഖുർആൻ സാക്ഷ്യപ്പെടുത്താൻ എന്ത്? ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസുലി. ഒരു പ്രവാചകനുമിടയിൽ വേർതിരിക്കാൻ പാടില്ല. അഥവാ എല്ലാവരുടെയും പേര് കേൾക്കുമ്പോൾ എന്ത് ചെല്ലണം? അലൈഹിസ്സലാം ചെല്ലണം, അവരെ ബഹുമാനിക്കണം. വേർതിരിക്കുന്നത് മുസ്ലിം അല്ല. അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ഈമാൻകാരി എത്രയാണ്? ഈമാൻകാരി എത്രയാണ്? ഒന്ന് ആറോ? ഒന്നാമത്തെ ഏതാണ്? ഈമാൻകാരി അറിയാൻ ആദ്യം മുതൽ തുടങ്ങണമല്ലോ. അള്ളാഹുവിനെ കൊണ്ട് ലൈവ് പോയിക്കൊണ്ടിരിക്കുക, ദുനിയാവ് മുഴുവനുള്ള ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക. രണ്ട്, മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക. മൂന്ന്, കിതാബുകളെ കൊണ്ടും. നാല്, മുർസലീങ്ങളെ കൊണ്ട്, അംബിയ മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കുക. ഒരാളെ കൊണ്ടല്ല, പിന്നെ മൊത്തം വിശ്വസിക്കണം. മൊത്തം, അപ്പോഴേ ഈമാൻ ഉറയ്ക്കുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഖുർആൻ പറഞ്ഞത്. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله. അംബിയ മുർസലീങ്ങളെ കൊണ്ട് എല്ലാരെയും കൊണ്ടും വിശ്വസിക്കണം. ഒരാളെ പേര് കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കേണ്ട, ഉറക്കെ പറയണത് അലൈഹിസ്സലാം. ഉറക്കെ പറയണേ അലൈഹിസ്സലാം. സയ്യിദുനാ സാലിഹ് നബി അലൈഹിസ്സലാം ഒരു നിസ്സാരക്കാരനായ പ്രവാചകനല്ല, ഒരു സാധാരണ വ്യക്തിയല്ല. എത്രയോ ഒട്ടകങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. ഒട്ടകത്തിന്റെ ചരിത്രങ്ങൾ എത്രയോ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഒട്ടകമെന്ന് വിശുദ്ധമായ ഖുർആനിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകത്തെ പറ്റിയാണ്. സാലിഹ് നബിയുടെ ഒട്ടകത്തെ പറ്റിയാണ് പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ശംസ് എന്ന് മറിക്കണേ. നാഖത്തല്ലാഹി വസുഖിയാഹാ فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ഇത് അല്ലാഹുവിന്റെ ഒട്ടകമാണ്. സാലിഹ് നബിയുടെ ഒട്ടകത്തെ പറ്റി ഖുർആൻ പരിചയപ്പെടുത്തിയത് അല്ലാഹുവിന്റെ ഒട്ടകമെന്നാണ്. അല്ലാഹുവിന്റെ ഒട്ടകം എന്നാണ് അല്ലാഹു പരിചയപ്പെടുത്തിയത്.